അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ മൻ ലാ നബിയ ലദീന ഇസ്തഫ അമ്മാ ബഅദ്. നമ്മൾ മരണപ്പെടുമ്പോൾ നമ്മുടെ റൂഹിന്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ആ മരണപ്പെടുന്ന ആ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. റൂഹിനെ പറ്റിയുള്ള പഠനം അത് നമ്മുടെ അഖീദയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. അത് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളൊക്കെ വളരെ വിശദീകരിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങളെ ശറഅ് നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ. അത് അള്ളാഹിന്റെ അടുത്ത് കിടക്കുന്ന അപൂർവം ചില ഇൽമുകളിൽ പെട്ടതാണ് റൂഹിന്റെ ഇൽമ്. അപ്പോൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അൻസാരികളും ഇതുപോലെ ഒരു ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് ഖബർ കുഴിക്കുന്നത് പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇവരും ചുറ്റും കൂടെ ഇരുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കിയിട്ട് 3 തവണ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഈ ഖബർ ശിക്ഷയിൽ നിന്ന് നീ എനിക്ക് രക്ഷ നൽകണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു ഹദീസാണ്. ഇത് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സഹീഹായി വന്ന ഹദീസാണ്. ഈ ഹദീസാണ് ഇതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മുസ്ലിം അവൻ മരണപ്പെടാനാവുമ്പോൾ, അഥവാ ഈ ദുനിയാവ് വിട്ട് അവൻ മരണപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മലക്കുൽ മൗത്ത് വന്നിട്ട് അദ്ദേഹത്തിന്റെ തലയുടെ അടുത്ത് വന്ന് ഇരിക്കും. ഈ മലക്കുൽ മൗത്ത് എന്ന് പറയുന്നത് ആ മലക്കിന്റെ പേരാണോ അതോ ആ മലക്കിന്റെ വിശേഷണമാണോ എന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോ ഒരു അഭിപ്രായം, അല്ലാഹു ആലം, ഒരു അഭിപ്രായം നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വ്യക്തിക്കും, ഓരോ ആത്മാവിനും ഒരു മലക്കിനെ ഇതിനായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. കാരണം ഖുറാനിൽ പറയുന്നുണ്ട്, മലക്കുൽ മൗത്ത് അല്ലദീ ഉക്കില ബിക്കും, നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടുള്ള മലക്ക് വരുമ്പോൾ എന്നാണ്. അപ്പൊ മലക്കുൽ മൗത്ത് എന്നുള്ളത് ഒരു വിശേഷണമാവാനും ഓരോ വ്യക്തിക്കും ഓരോ മലക്കുൽ മൗത്ത് ആവാനുമാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ശരി, ഈ മലക്കുൽ മൗത്ത് അദ്ദേഹത്തിന്റെ തലയുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് മലക്കുകൾ, അഥവാ മലക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിന്റെ കാഴ്ച എത്രത്തോളം ദൂരം കിട്ടുമോ അത്രത്തോളം ദൂരെ നമ്മൾ മലക്കുകൾ അങ്ങനെ കാണുകയാണ്. ഒരു മുസ്ലിം മരണപ്പെടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും അവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മുസ്ലിമായി മരിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് കാഴ്ച ഒരുപാട് മലക്കുകൾ. ആ മലക്കുകളുടെ മുഖം എന്ന് പറയുന്നത് അവര് സൂര്യനെ പോലെ തിളങ്ങുന്നതാണ്. അവര് സ്വർഗത്തിൽ നിന്ന് അവര് കഫൻ പുടവ കൊണ്ടുവന്നിട്ടുണ്ടാവും, സുഗന്ധങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഓരോ വ്യക്തിക്കും ഈ ഒരു ഡെലിഗേഷൻ ഉണ്ടല്ലോ, ഇത്രയും മലക്കുകൾ, ഈ മലക്കുകൾ വ്യത്യസ്തമായിരിക്കും, ഈ ഒരു ടീം വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. എത്രത്തോളം നമുക്ക് കാഴ്ച ലഭിക്കുമോ അത്രത്തോളം ഏരിയയിലൂടെ മലക്കുകൾ, അത്രയും ഏറെ മലക്കുകൾ നമ്മൾ നിൽക്കുന്നത് കാണാം. അപ്പൊ നമ്മളാണ് അവരുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ. ഇത്രയും മലക്കുകൾ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്, നമ്മളെ വെൽക്കം ചെയ്ത് നമ്മളെ ആനയിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. എല്ലാവരും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളെ നോക്കുന്നു. അതിൽ മലക്കുൽ മൗത്ത് നമ്മളോട് പറയും, സമാധാനത്തോട് കൂടിയിട്ട്, തയ്യിബായുള്ള ആത്മാവേ, പ്യുവർ ആയിട്ടുള്ള ആത്മാവേ, നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ സമയമായി. എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ മരിച്ചിട്ടില്ല. ഈ കാര്യം മലക്കുകൾ ഇത്രയും വന്ന് നമ്മളോട് ഈ കാര്യം പറയുമ്പോൾ അത് വേറൊരു ലോകമാണ്. പക്ഷെ നമുക്കിതെല്ലാം മനസ്സിലാവും, നമ്മൾ അപ്പോഴും മരണപ്പെട്ടിട്ടില്ല. ഇത് പറഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ആ റൂഹിനെ അവർ പിടിക്കുന്നത്. ആ റൂഹ് എങ്ങനെ അവർ ഊരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ജഗ്ഗിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് പോലെ. അപ്പൊ ഇത്രയും സ്മൂത്ത് ആയിട്ട് നമ്മൾ ആത്മാവ് എടുത്തുകൊണ്ട് പതിയെ അത് എടുത്തു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ഈ ആത്മാവ് എടുക്കുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തേക്ക് പോവാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും ഭയപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ആ ഭയപ്പെട്ടിരിക്കുന്ന നമ്മളെ ഒരു നിമിഷം പോലും ഒറ്റക്കാക്കാതെ അത്രയും ആളുകൾ നമ്മളെ കൂടെ നിന്ന് ഈ പതുക്കെ എടുത്തു കൊണ്ടുപോവുകയാണ് ആകാശത്തേക്ക്. അങ്ങനെ മറ്റുള്ള മലക്കുകളുടെ മുന്നിലൂടെ ഇതിങ്ങനെ കടന്നു പോകുമ്പോൾ ഓരോ മലക്കുകൾ ചോദിക്കും, ഏതാണ് ഈ ഭംഗിയുള്ള ആത്മാവ് എന്ന് ചോദിക്കുമ്പോൾ, ഈ ഭൂമിയിൽ നമ്മളെ പറ്റി മനുഷ്യന്മാർ പറഞ്ഞ നല്ല കാര്യങ്ങളെല്ലാം ഈ മലക്കുകൾ ഇങ്ങനെ പോകുന്ന വഴിയിൽ പറഞ്ഞുകൊണ്ട് ഇന്ന ആളാണെന്ന്. നമുക്കറിയാം, ആകാശങ്ങൾ എന്ന് പറയുന്നത് മലക്കുകളാൽ നിറഞ്ഞിരിക്കുന്ന ഇതാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഒരു സ്ഥലം പോലും, മലക്കില്ലാത്തൊരു സ്ഥലം പോലും ആകാശത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയേറെ മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ഇടയിലൂടെ ഒക്കെ നമ്മൾ പോകും. അപ്പൊ നമ്മൾ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഭയപ്പെട്ടിരിക്കുന്ന നമ്മളെ
സമാധാനിപ്പിക്കുന്ന ഒരു എത്ര എണ്ണം എന്ന് പറയാൻ പറ്റില്ല, ലക്ഷമാണോ കോടിയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല, അത്രയേറെ മലക്കുകൾ നമ്മളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏറ്റവും വലിയ ആകാശത്തേക്ക്, ഏറ്റവും ഉയർന്ന ആകാശത്തേക്ക് എത്തിയിട്ട്, 7ാം ആകാശത്ത് എത്തിയിട്ട് അവിടെ നിന്ന് പറയും. ചില ആളുകൾ പറയുന്നത് അള്ളാഹു നേരിട്ട് പറയും എന്നുള്ളതാണ്. അവന് ഇല്ലിയീനിൽ, അഥവാ നല്ല ആളുകളുടെ രജിസ്റ്ററായ ഇല്ലിയീനിൽ അവന്റെ പേര് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് എൻ്റെ അടിമയെ നിങ്ങൾ ഈ ലോകത്തേക്ക് തിരിച്ചയക്കുക. ഞാൻ അടിമയെ അവിടെ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, ഞാൻ അവരിലേക്ക് തന്നെ തിരിച്ചയക്കുന്നു. ഇനി ഞാൻ അവിടെ നിന്ന് തന്നെ വീണ്ടും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ റൂഹ് വീണ്ടും ജസദിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ ആദ്യം നമ്മുടെ റൂഹിനെ പിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ലോകത്തുള്ള അവസ്ഥ റൂഹും ജസദും ഒന്നായി നിൽക്കുന്ന അവസ്ഥ പോലെയല്ല രണ്ടാമത് റൂഹ് ജസദിലേക്ക് വരുമ്പോൾ ഉള്ള സ്ഥിതി എന്ന് നമുക്ക് കാണാൻ പറ്റും. ആ റൂഹ് നേരെ ജസദിലേക്ക് വരുന്നത് വേറൊരു ഡിമെൻഷനാണ്. എന്നിട്ട് നമ്മൾ നേരെ അപ്പൊ ഇതൊരു മിനി ഹിസാബാണ്. നമ്മളെ മലക്കുൽ മൗത്ത് വരുമ്പോഴും നമ്മൾ ഈ മലക്കുകൾ വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മളെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി നമ്മൾ റൂഹ് ജസദിലേക്ക് എത്തി നമ്മളെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ തന്നെ 2 മലക്കുകൾ വരുന്നു. എന്നിട്ട് മുൻകറും നക്കീറും, എന്നിട്ട് ചോദിക്കും മൻ റബ്ബുക മാ ദീനുക മൻ നബിയുക. ഈ 3 ചോദ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം. അപ്പൊ ഇവനെല്ലാവരും ഇതിനുള്ള ഉത്തരം പറയും. അപ്പൊ ഉത്തരം പറയുമ്പോൾ എങ്ങനെയാണ് നിനക്ക് ഈ ഉത്തരം അറിയാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഖറഅതു കിതാബില്ലാഹ വ ആമൻതു ബിഹി വ സദ്ദഖ്തു, ഞാൻ അള്ളാന്റെ കിതാബ് വായിച്ചു, ഞാൻ അതിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആകാശത്തു നിന്നൊരു ശബ്ദം വരും, അവൻ പറഞ്ഞത് സത്യമാണ്, അവൻക്ക് ഇനി സ്വർഗത്തിലെ വസ്ത്രങ്ങൾ നൽകുക, അവൻ ഇനി സ്വർഗത്തിലെ സോഫ നൽകുക, എന്നിട്ട് അവന്റെ സ്വർഗത്തിലുള്ള അവന്റെ വീട് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഈ സമയത്ത് നമുക്ക് എന്തില്ല, ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ബർസഖിൽ എന്തുണ്ട്, സമാധാനമുണ്ട്. നമുക്ക് സ്വർഗത്തിന്റെ ഒരു ആംബിയൻസ് ലഭിക്കും. അങ്ങനെ നമ്മുടെ ഖബർ വിശാലമാവുകയും ചെയ്യും. അപ്പൊ നമ്മൾ പറയാ ഇത് പ്രവാചകൻ നമ്മൾ പറയൽ എങ്ങനെയെങ്കിലും യൗമുൽ ഖിയാമ പെട്ടെന്ന് തന്നെ ആവണേ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ആ സമയത്ത് ആവശ്യപ്പെടുക. അങ്ങനെ നമ്മൾ കാത്തിരിക്കുന്ന സമയത്ത് ഒരു സുന്ദരനായ ഒരു വ്യക്തി ഒരു നല്ല വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് വരും. എന്നിട്ട് പറയും, എന്നിട്ട് നമ്മളോട് വന്നിട്ട് പറയും, ഇതാണ് നിന്നോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം. അപ്പൊ നമ്മൾ പറയും, അള്ളയാണ് സത്യം, നിങ്ങൾ കാണാൻ തന്നെ ഒരു സൗന്ദര്യമുണ്ട്, നിങ്ങളുടെ മുഖം അത്രയും നല്ലതാണ്, നിങ്ങൾ നന്മ മാത്രമാണ്, എന്താണ് നിങ്ങൾ, പക്ഷെ നിങ്ങൾ ആരാണ്? അപ്പോ ആ വന്ന വ്യക്തി പറയും, ഞാൻ നിങ്ങളുടെ അമലുകളാണ്, ഞാൻ നിങ്ങളുടെ അമലുകൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നതാണ് എന്ന് പറയും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ. അപ്പോൾ യുസബ്ബിതുല്ലാഹ്, അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യും, ഉറപ്പിച്ചു നിർത്തും. അഥവാ അതിന് പറയുന്ന ഒരു പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, നമ്മൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ മുൻകറും നക്കീറും വരുമ്പോഴും നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് ഒരു മുസ്ലിമായി മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന, നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു മരണത്തിന്റെ സ്ഥിതി എന്നുള്ളത്. എന്നാൽ ഒരു കാഫിറാണെങ്കിൽ, ഫാജിറാണ് എന്നുണ്ടെങ്കിൽ ഇതല്ല, ഇതിന് നേരെ വിപരീതമായ, നമ്മൾ കിടക്കുമ്പോൾ മലക്കുൽ മൗത്ത് തലയിൽ വരുന്നു, നമ്മൾ ചുറ്റും കാണുന്ന മലക്കുകളുടെ മുഖം കാണുമ്പോൾ തന്നെ പേടിയാകുന്നു. അതുപോലെ ഏറ്റവും വികൃതമായ, ഏറ്റവും ഒരു ക്രൂരത തോന്നുന്ന മലക്കുകൾ നമ്മളെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. മലക്കുൽ മൗത്ത് പറയും, യാ ഖബീഫ്, അഥവാ ഒരു മ്ലേച്ഛമായ ആത്മാവെ എന്ന് വിളിച്ചിട്ട് പറയും, നീ പുറത്തേക്ക് ഇറങ്ങ്, എന്നിട്ട് അള്ളാന്റെ ഗദബ്, അള്ളാന്റെ കോപം നീ നേരിട് എന്ന് പറഞ്ഞിട്ട് ആ ആത്മാവിനെ, ആദ്യം പറഞ്ഞത് വെള്ളം ജഗ്ഗിൽ നിന്ന് ഒഴിക്കുന്നത് പോലെയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നനഞ്ഞ പരുത്തി കോട്ടന്റെ ഉള്ളിലൂടെ ഒരു ഇരുമ്പിന്റെ ചീർപ്പ് വലിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതിന് പോരാൻ കഴിയുന്നില്ല, പോരാൻ താല്പര്യമില്ല. പക്ഷെ അതിനെ വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് ആ നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫൻ പുടവ കൊണ്ടുവന്ന് അതിനെ കവർ ചെയ്ത്, അങ്ങനെ ആ പോകുന്ന വഴിയിൽ ആളുകൾ ചോദിക്കും, ഇത് ആരാണ്, ഏതാണ് ഈ വൃത്തികെട്ട ആത്മാവെന്ന് ചോദിക്കുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ പറ്റിയിട്ട് ഈ ലോകത്ത് പറഞ്ഞിരുന്ന എല്ലാ വൃത്തികെട്ട വാചകങ്ങളും അല്ലെങ്കിൽ എല്ലാ നെഗറ്റീവുകളും ഈ മലക്കുകൾ ആവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ മുകളിൽ ചെന്ന് ആകാശങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെടും. അദ്ദേഹത്തെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയെ പറ്റി പറയും, അദ്ദേഹത്തിന്റെ പേര് സിജ്ജീനിൽ എഴുതണം, എന്നിട്ട് എന്ത് ഈ കുറ്റവാളികളുടെ പേര് എഴുതുന്ന പുസ്തകമാണ്, രജിസ്റ്ററാണ് സിജ്ജീൻ. അങ്ങനെ ആ ആത്മാവ് ജസദിലേക്ക് എറിയപ്പെട്ടിട്ട് അവിടെ വന്നിട്ട് മൻ റബ്ബുക മൻ നബിയുക എന്നൊക്കെ പറയുമ്പോൾ മാ അദിരി, എനിക്കറിയൂല എന്ന് പറയും. എനിക്കറിയൂല എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവൻ നുണ പറയാണ്. കാരണം അവൻ അറിഞ്ഞിട്ടും അവൻ നിഷേധിച്ചതാണ്. എന്നിട്ട് പറയും, അവന്റെ മുകളിൽ ജഹന്നമിന്റെ വസ്ത്രങ്ങൾ കൊടുക്കുക, അവന്റെ ജഹന്നത്തിലെ സ്ഥലം കാണാൻ, ജഹന്നത്തിൽ അവന്റെ ഏതാണോ, നരകത്തിൽ അവന്റെ സ്ഥലം ഏതാണോ അത് അവർക്ക് കാണിച്ചു കൊടുക്കുക. അങ്ങനെ
ഖബർ വളരെ വളരെ ഇരുട്ടിലാവും. അതുപോലെ തന്നെ ഖബർ എത്രത്തോളം ഇടുകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിബ് കേജസ് ഉണ്ട്, നമ്മുടെ വാരിയെല്ലുകൾ അത് തകരുന്ന വിധത്തിൽ ഖബർ വളരെയധികം കുടുസായി മാറും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം ഒരു എൻറ്റിറ്റി വരും, ഒരു പടപ്പ് വരും, അത് മണക്കുന്ന ദുർഗന്ധം വമിക്കുന്ന രീതിയിലുള്ള ഒരു വൃത്തികെട്ട രൂപം വന്നിട്ട് പറയും, ഞാൻ നിങ്ങളുടെ അമലാണ്, നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഇതിൽ നമ്മൾ മരിക്കുമ്പോഴുള്ള നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത്, മരണം ഏത് സമയത്തും, അതിന് പ്രായമോ ലിംഗമോ ഒന്നും വ്യത്യാസമില്ല, ഏത് സമയത്തും നമുക്ക് വരാവുന്ന മരണം എന്ന് പറയുന്ന ആ ഒരു ഉറച്ച സത്യം, അത് നമ്മൾ നേരിടാൻ തയ്യാറായിരിക്കണം. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മരണം വരിക എന്നുള്ളതും അത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളായിരിക്കണം നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.